ഹലോ ഗൈസ്, യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് മീഡിയ ബിഗ് ബോസ് ടോക്കാണ് ഇന്നലെ നടന്ന എപ്പിസോഡിന്റെ ബാക്കി റിവ്യൂ. എവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത്? നമ്മള് പാവ ടാസ്ക് എത്തിയില്ലായിരുന്നു. ബോൾ ടാസ്ക് പറക്കുന്നളിക അതാണ് അടുത്തത്. അല്ല, പറക്കുന്നളിക തുടങ്ങിയായിരുന്നു. അതില് അത് അനുമോളുടെ തള്ള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് അതിന്റെ ബാക്കിയാട്ടോ. അതിനുശേഷം അക്ബറിനെ വിളിച്ചു, ലാലേട്ടനെ ഏൽപ്പിക്കുന്നു. ബ്ലാക്ക് ബോൾ ഫസ്റ്റ് കിട്ടിയത് അക്ബറിനാണല്ലോ, അതെന്തുകൊണ്ട് റദ്ദാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇതൊക്കെ നമ്മളൊന്ന് പറഞ്ഞത് തന്നെയാണ്, നമ്മൾ കണ്ടതുമാണ്. ഇത് പിന്നെ പറയേണ്ട അവസ്ഥയാണ്. എന്നാൽ ലാലേട്ടനെ ചോദിക്കുന്നു, ആളപ്പം തന്നെ പറയുന്നു അത് എന്നെക്കാളും കൂടുതൽ ആര്യനുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ എത്തിപ്പിടിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ കാര്യം ലാലേട്ടൻ ഓരോ കോയിൻ, ആ ബ്ലാക്ക് കോയിൻ കിട്ടി ഓരോരുത്തരും അത് റദ്ദാക്കിയതിനെ കുറിച്ച് സംസാരിച്ചു. അതിൽ കൃത്യമായി ഹൈലൈറ്റ് ഷാനവാസിന്റെ അനീഷിന്റെ, നിങ്ങൾ എന്താണ് ഷാനവാസ് അനീഷ് എത്ര പ്രാവശ്യം നിങ്ങൾ എടുത്ത് വന്നിട്ട് അങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്താണ് അങ്ങനെ ചെയ്തതെന്നുള്ളതാണ് ചോദിക്കുന്നത്. ആ സമയത്ത് അനീഷ് പറയുന്ന കേട്ടില്ലേ, അതായത് അനീഷ് പറയുന്നത് അനീഷിന്റെ ഗെയിമാണ്. അനീഷ് വിചാരിക്കുന്നത് തനിക്ക് വേണ്ടി മറ്റുള്ളവരൊക്കെ ഗെയിം കളിക്കണം എന്നുള്ളതാണോ? എന്താ അക്ബറും പോട്ടെ, ഷാനവാസിന്റേതായ ഗെയിമില്ലേ, എപ്പോഴും പറയുന്ന കേൾക്കാലോ. വൺ ഡയലോഗ് അടിക്കുന്ന ആളാണ്. നിങ്ങൾ നിങ്ങളുടെ ഗെയിം കളിച്ചോ, ഞാൻ എന്റെ ഗെയിം കളിച്ചോളാന്ന് പറയുന്ന ആളാണ്. ശരിക്കും ഇന്നലത്തെ എപ്പിസോഡ് വെച്ചിട്ട് തന്നെ ഷാനവാസ് പറയണായിരുന്നു, അല്ല കുറച്ച് നേരത്തെ ആദിലിന്റെ വിഷയത്തിലേ പറഞ്ഞല്ലേ എന്നോട് മതിപ്പ് പോയത് ആ സമയത്താണ്. ആ മതിപ്പ് പോയ ആൾക്ക് വേണ്ടി ഞാൻ റദ്ദാക്കാതിരിക്കേണ്ട കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞാ മതി. പക്ഷെ ഗെയിമിന്റെ ഇടയ്ക്ക് അന്ന് തന്നെ പറഞ്ഞു, മിത്രം നീ ഇന്ന് രാവിലെ മിത്രം കട്ട് ചെയ്തിട്ട് പോയ ആളല്ലേ. എല്ലാ മോർണിംഗിലും സുപ്രഭാതത്തിന്റെ കൂടെ ഒരു തവണ മിത്ര അങ്ങനെ അത് നമ്മള് ഇത് കട്ട് ചെയ്യൂലേ, ഉദ്ഘാടനം ചെയ്യുമ്പോ റിബൺ, അതുപോലെ ഇങ്ങനെ നാട മുറിച്ച് ഇങ്ങനെ കളിയൊന്നും. എല്ലാ ദിവസവും രാവിലെ നാട മുറിക്കും, വൈകുന്നേരം തന്നെ ആ നാട കൂട്ടിക്കെട്ടും. അത് കൂട്ടിക്കെട്ടുന്നത് നമ്മൾ അറിയുന്നില്ല. ആള് അടുത്തൊരു സാഹചര്യം വരുമ്പോ എനിക്ക് മതിപ്പ് പോയിന്നും നമ്മൾ ഇനി ഫ്രണ്ട് അല്ലാന്നും മിത്രമല്ലാന്നും പറയും. എന്നിട്ട് ഈ ഇത് റദ്ദാക്കണം എന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പം ഇതൊക്കെ കേട്ടോണ്ടിരുന്ന ഷാനവാസ് അവസാനം പറയുന്നുണ്ട്, ഞാൻ എന്റെ ഗെയിമല്ലേ കളിക്കുള്ളൂ. ആൾക്ക് പോയിന്റ് വളരെ കുറവായിരുന്നു, ബോളിന്റെ എണ്ണം കുറവായിരുന്നു, അപ്പൊ റദ്ദാക്കണ്ടേ. എനിക്ക് വേണമെങ്കിൽ തിരിച്ചു കയറി വരാൻ പറ്റുന്ന ഒരു ചാൻസും കൂടിയാണ്. പിന്നെ 2-3 ഗെയിം നടക്കുകയാണ്. അപ്പൊ പിന്നെ ഞാനത് റദ്ദ് ചെയ്തു. അതെ, ഇനി അത് റദ്ദാക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ മറ്റുള്ളവർ പറയും എന്ത്, ഒരു ഗ്രൂപ്പായി അവർ ഒരുമിച്ച് കളിച്ചു പറയും. അനീഷ്, ലക്ഷ്മി, കുറച്ച് ആൾക്കാർ റദ്ദാക്കണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുടെ കൂടെ ഗ്രൂപ്പായി എന്ന് പറയും. അനീഷിന് വേണ്ടി എന്തായാലും ഗ്രൂപ്പായി പറയില്ലേ. ആ ഒരു കാര്യത്തിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റദ്ദാക്കണ്ടെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, അനീഷ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ റദ്ദാക്കണ്ട, ബാക്കി എല്ലാവരും റദ്ദാക്കാനാ പറഞ്ഞത്. അപ്പം അവിടെ അതിനകത്തൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷും അക്ബറും, ഈ അക്ബറിനെ കൊണ്ട് ഷാനവാസും അനീഷും തമ്മിൽ ഭയങ്കര ബോണ്ടാണെന്നുള്ള സാധനം പുറത്തു വരും. അതെ, ആ സാധനം പുറത്തു വരും, അത് സത്യമാണ്. ഷാനവാസ് ഗ്രൂപ്പായി മാറും, അതവിടെ ഒഴിവാക്കുക തന്നെയാണ്. അല്ലെങ്കിൽ ലക്ഷ്മിയൊക്കെ എന്തായാലും പറയും, ഉറപ്പായിട്ടും ഗ്രൂപ്പ് കളിച്ചു ഇന്നതിന് വേണ്ടിട്ട്, മിത്രത്തിന് വേണ്ടിട്ട് കളിച്ചു എന്നുള്ള രീതിയിലേക്കാവും. അല്ല, ഈ പാവ ടാസ്കില് പാവ മൊത്തം ക്യാരി ചെയ്തല്ലോ അനീഷിന്റെ ഷാനവാസ്. ആ സമയത്ത് ആ മതിപ്പുണ്ടായിരുന്നു അവലെ, അതറിഞ്ഞോളൂ. അത് തലേന്ന് രാത്രി മതിപ്പ് വീണ്ടും ശരിയാക്കിയായിരുന്നു. അത് പിറ്റേ ദിവസമാണല്ലോ ഗെയിം വന്നത്. എന്താണെങ്കിലും പിന്നീട് വന്ന പാവ ടാസ്ക് ആയിരുന്നു. അതില് ലാലേട്ടൻ ചോദിച്ച ചോദ്യം കേട്ടേ സാരി, അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും ഇങ്ങനെ രസകരമായി പറയുന്നതും അല്ലെങ്കിൽ റിവ്യൂവിൽ ഇങ്ങനെ ഓരോന്ന് പറയുന്നതും മാതിരി അല്ലട്ടോ. മഹാനടനായ ലാലേട്ടനെ കൊണ്ടുവന്നിട്ട് സാരിയൊക്കെ എടുത്ത് വന്ന് ഏത് ഡ്രസ് എടുത്തിട്ടാലെന്താ, ഗെയിം കളിക്കാനാണോ സാരി കൊടുത്ത് വന്നേന്നുള്ളൊരു ആ ഒരു രീതിയിലാണ് ചോദ്യം. എന്നിട്ടോ അതിനെ കുറിച്ച് അക്ബർ പറഞ്ഞൊരു സാധനം ഉണ്ട്, ഇത്രയ്ക്ക് ചീപ്പായിരുന്നു ആർട്ടിസ്റ്റ് ബേബിന്ന്. അത് പിന്നെ സെപ്റ്റിക് ടാങ്കിനെ കുറിച്ച് നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ എന്തുകൊണ്ടാണ് അറിയാം. അക്ബർ ഇനി ആരൊക്കെ വെള്ളം പൂശുന്നുണ്ടെങ്കിലും അക്ബറിനെ പൂശുന്നുണ്ടെങ്കിലും അക്ബർ ചെയ്ത് വെച്ചിരിക്കുന്നത് സീസൺ തുടങ്ങിയത് മുതൽ ഇതുവരെയുള്ള എണ്ണി പറയാൻ പറ്റും. നമ്മൾ അതിനെ കുറിച്ച് നമ്മുടെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് എല്ലാത്തിനെ കുറിച്ചും കറക്റ്റ് അറിയാൻ പറ്റും, എന്തൊക്കെ അന്ന് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പോലും. പിന്നെ പോസിറ്റീവ് ഉണ്ട്. ഇനി ഇതിനകത്ത് അക്ബർ പറഞ്ഞ ഒരു സംസാരം ഉണ്ടല്ലോ, സാരി ഉടുത്ത് വന്നാലല്ലേ ലാലേട്ടാ ഇനി കോ കണ്ടസ്റ്റൻസ് സാരി അഴിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ഏറ്റവും മോശപ്പെട്ട പരാമർശം ഇത് കേട്ടിട്ട് ആണല്ലേ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ പറയുന്നത്. ലാലേട്ടൻ പോലും അത് ശരിയാണല്ലേ എന്നുള്ള സാധനം ലാലേട്ടന്റെ ഭാഗത്തുനിന്ന് മറുപടി ചെല്ലണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിച്ചാൽ ഇത് എന്ത് രീതിയിലാണ് ഇവര് ഈ ഒരു എപ്പിസോഡിനെ അല്ലെങ്കിൽ ഒരാളെ മാത്രം ഏത് രീതിയിലും ഏതറ്റം വരെയും പോയിട്ട് ടാർഗറ്റ് ചെയ്ത് കളിയാക്കാം, അല്ലെങ്കിൽ അവരെ അത്രയും മോശമാക്കി കാണിച്ചിട്ട്
മറ്റൊരാളെ ഇവിടെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് ഇവര് ചെയ്തു വെക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലത്തെ എപ്പിസോഡ്. എന്തൊരു മോശം പരാമർശം ചിന്തിക്കണം. ആ സാധനത്തിന് അവിടെ കൃത്യമായി എന്താണ് ലാലേട്ടൻ ചോദിക്കാറുണ്ടായിരുന്നല്ലോ, മറ്റേ ലക്ഷ്മി ആദില നൂറിനെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കേട്ടത് അക്ബറാണ്. എന്തുകൊണ്ട് അന്ന് ആ സമയത്ത് പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ലാലേട്ടനോട് ചോദിക്കുകയാണ്. ലാലേട്ടന് മുമ്പ് വെച്ചിട്ടല്ലേ ഈ അക്ബർ ഇത് പറഞ്ഞത്? ഈ പരാമർശത്തെ എന്തുകൊണ്ട് ലാലേട്ടനെ എതിർത്തില്ല, ചോദ്യം ചെയ്തില്ല? ബിഗ് ബോസിനൊന്നും മനസ്സിലായില്ല മോശമാണെന്നുള്ളത്. എന്താ അറിയോ, അക്കു അവിടെ വിളിക്കണം. എന്താ അക്കുവിനെ പാവ ടാസ്കില് തന്റെ ബാക്കിൽ ചാരി എന്നുള്ള സാധനം എന്തിനു ഉപമിച്ചു? ബസ്സില് ജാക്കി വെക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ഉപമിച്ചു എന്നുള്ളതിനെ വേറെ രീതിയിലാക്കാൻ വേണ്ടി, മനസ്സിലാവുന്നുണ്ടോ? അത്രയും ചീപ്പാണ് അനു എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി യൂസ് ചെയ്ത ഒരു സാധനമാണിത്. പക്ഷെ അതിനേക്കാളും ചീപ്പാണ് താൻ എന്ന് കാണിച്ചു തരുന്നു ആര്? അക്ബർ. ഇതിനകത്ത് വേറൊരു കാര്യം കൂടി പറയാം. അതായത് ബസ്സിൽ നിൽക്കുന്ന പോലെ നിന്നു എന്നുള്ള രീതി, അതേപോലെ ചാരി നിൽക്കുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ അനുമോള് പറഞ്ഞിട്ടുള്ളൂ. അത് അവിടെ ഇത് ജാക്കി വെക്കുന്ന രീതിയിലാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയത് പുറത്തുള്ള ആൾക്കാരും, പിന്നെ അവിടെ ആ ഒരു മനസ്സോടെ നിൽക്കുന്ന ആൾക്കാരും നെവിനും ആ ഒരു രീതിയിലേക്കാണ് അനുമോൾ ഇത് പറഞ്ഞെന്നുള്ളത് ചിന്തിച്ചു കൂട്ടിയതാണ്. എന്താണെന്നറിയോ, ഇങ്ങനെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ മുന്നേക്ക് ഇങ്ങനെ ആ സാധനത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ഇനി മോശമാണ് എന്നുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ പോലും അതൊരു പ്രശ്നമല്ല. ആള് ഇൻസെക്യൂർ ആണെങ്കിൽ അത് പ്രശ്നമുണ്ടല്ലോ. പിന്നെ ആള് അവിടെ ഓക്കെ ആയിരുന്നില്ല എന്ന് ഇന്നലെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ആളുടെ ശരീരം മൊത്തം വെയിറ്റും എന്റെ പുറത്തായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അവിടെ അതൊന്നും അതിനെക്കുറിച്ചൊന്നും ലാലേട്ടന് ഒരു ചോദ്യം ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പോഴും ഇത് ഗെയിം അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ, കുഴപ്പം. അപ്പുറത്ത് ഞാനത് കണ്ടില്ലല്ലോ. അതാ പറഞ്ഞേ, ഇതാണ് ലാലേട്ടൻ ഇന്നലെ. അതായത് അത് നമുക്കറിയാം, അവിടെ ഇരുന്നിട്ട് നല്ലപോലെ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കട്ട് ചെയ്ത് അത് ഒഴിവാക്കി. എടാ പല സമയത്തും പല ഷോട്ട് എടുത്ത് നോക്കിയാൽ മതി. ആ കോടതി ടാസ്ക് നടന്നില്ലേ, ആ സമയത്തൊക്കെ അനുമോൾ എണീറ്റിക്കുന്നുണ്ട് ചില സമയങ്ങളില്. ആ സമയത്ത് എന്തൊക്കെയോ അനുമോൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും വന്നിട്ടില്ല, പുറത്തു വിട്ടിട്ടില്ല, കട്ട് ചെയ്ത് കളഞ്ഞിരിക്കാം. ഈ നെവിന്റെ സംസാരം തന്നെ എന്തൊരു മോശമായിരുന്നു. ഈ ഗെയിമിനെ കുറിച്ച് അനുമോൾ ഇങ്ങനെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇതെന്താ രംഭ തിലോത്തമ്മ അങ്ങനെ എന്തോ ഒരു സാധനം പറയുന്നുണ്ട്. ബാക്കി ഞാൻ ഒറ്റ കാര്യം വെക്കുന്നുള്ളൂ, ഇവളുടെ ദേഹത്ത് എന്താ തൊടാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ തൊടാൻ പറ്റൂല. അതങ്ങനെയല്ലേ ലേഡീസ്. എന്റെ ദേഹത്ത് തൊടരുതെന്ന് അവിടെ എപ്പോഴും പറയുന്നുണ്ടല്ലോ. ഗെയിമിന്റെ ഭാഗമായി തട്ടലും മുട്ടലും ഉണ്ടാകുന്നത് പോലെ അല്ല പറഞ്ഞത്. അതെ, അത് പറയുന്നതിനകത്തൊരു ന്യായം. അതായത് ഇപ്പൊ നെവിൻ പറയാണ്, ലാലേട്ടാ ഗെയിമിന്റെ ഭാഗമായിട്ട് ചിലപ്പോ തട്ടലും മുട്ടലും ഉണ്ടാവൂലേ, അതെന്താ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തെന്ന് ചോദിക്കാൻ ഒരു ചോദ്യം. ഇത് ആള് പറഞ്ഞ എന്താണെന്നറിയോ, ഇത് അതെന്താ തിലോത്തമ്മ അങ്ങനെയുള്ള ആൾക്കാരെ പോലെ ആണെന്ന് വരുത്തി അങ്ങനത്തെ കുറച്ച് ആൾക്കാര് തൊടാൻ പറ്റാത്തവർ ഇവിടെ വരുന്ന അല്ലെങ്കിൽ അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ തൊടാൻ നിന്ന് കൊടുക്കണം എന്നാണോ അർത്ഥം? നെവിൻ പറഞ്ഞതിന്റെ മീനിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അതാണ് നെവിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അതായത് കിട്ടിയത് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, കിട്ടിയത് അതാണ്. അത്രയും മോശമായിട്ട് തന്നെ ഈ അവിടെ വരുന്ന കണ്ടസ്റ്റൻസിനെ അല്ലെങ്കിൽ ലേഡീസിനെ ഒക്കെ പിടിക്കാനും തൊടാനും അത് വേണ്ടിയിട്ടാണ് നമ്മളവിടെ പോയിരിക്കുന്നത്. എന്തായാലും എങ്ങനെയൊക്കെയായാലും ഇതിലൊരു പ്രശ്നം എന്താണെന്നറിയോ, ഗെയിമിന്റെ ഭാഗമാണെങ്കിൽ പോലും, ഏത് ഗെയിമിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും, അതായത് ഫിസിക്കൽ അസാൾട്ട് അല്ലെങ്കിൽ മൊളസ്ട്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലൈന്റ് ചെയ്താൽ പ്രശ്നമാണ്. അതിനിടയ്ക്ക് മറ്റേ ഇതിന് മുൻപ് പലരും ഔട്ടായിട്ടില്ലേ, എല്ലാം ഗെയിമിന്റെ ടാസ്കിന്റെ ഭാഗമായിട്ട്. പല സമയങ്ങളിലും റോബിൻ ടാസ്കിന്റെ ഭാഗമായിട്ട് കളിച്ചതിലാണ് പോയിട്ടുള്ളത്. മറ്റേ കണ്ണിൽ മുളക് പൊടി തേച്ചിട്ട് ടാസ്കിന്റെ ഭാഗമായിട്ടാണ് പോയിട്ടുള്ളത്. ആര്? രജിത് കുമാർ. ഇങ്ങനെ പല സംഭവങ്ങളും ടാസ്കിന്റെ ഭാഗമായിട്ട് തന്നെ നടന്നു വരുന്ന സംഭവമാണ്. അതെ. എന്നിട്ട് ഇതിനെ കുറിച്ച് അനുമോളോട് ചോദിച്ചപ്പോ അനുമോള് പറഞ്ഞു, അവിടെ ഞാൻ അങ്ങനെ ആ സമയത്ത് അങ്ങനെ ഇത് കണ്ടപ്പോ പറഞ്ഞു, ആ സാധനം ഇങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ ഒന്നും അല്ലല്ലോ അപ്പൊ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു, അതായത് ആ സമയത്ത് ശരിയാണ്, ഭയങ്കര പൊട്ടിത്തെറിച്ച് കരഞ്ഞു തന്നെയാണ് പറഞ്ഞത്. അതേപോലെ ഇവിടെ നിന്നിട്ട് പൊട്ടിക്കരഞ്ഞ് അക്ബറിനെതിരെ അന്ന് പറഞ്ഞ അതേപോലെ ഇവിടെ നിന്ന് പറയാൻ പറ്റുമോ? എന്താണ് ഇവിടെ പ്രശ്നം? ലാലേട്ടൻ എന്താ പ്രശ്നം? ഇതാണ് എന്താ പ്രശ്നം? എനിക്കാണോ പ്രശ്നം? എനിക്കാണ് പ്രശ്നം. അച്ചാറും എടുത്തേന്ന് ഇതേ നടക്കുള്ളൂ. ഇന്നലെ അതിൽ കൂടുതലൊന്നും ഇന്നലെ ഒന്നുമില്ല. ലാലേട്ടനെ വേറെ ഏതോ ലോകത്ത്, ബാക്കി കണ്ടസ്റ്റൻസ് ഒക്കെ വേറെന്തോ ചെയ്യുന്നു, എന്തൊക്കെയോ പറയുന്നു. അതിനനുസരിച്ച് ഇടയ്ക്ക് എപ്പോഴോ അങ്ങോട്ടൊന്ന് റിലേ കട്ടായി വരുമ്പോ ഏതോ ഒരു സാധനത്തെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിട്ടേ ആളൊരു
ഒരു സാധനം ഉണ്ട്. ആരാ ടയേർഡായത്? അനീഷാണോ അക്ബറാണോ ടയേർഡായത്? അതിനെ കുറിച്ച് പറഞ്ഞു വരണ്ട, ലാസ്റ്റിലേക്കാ. അതുകൊണ്ട് ഞാൻ അവിടെ ഇട്ട് വെച്ചായിരുന്നു. അത് ലാസ്റ്റ് നമുക്ക് പറയാം. എന്താണെങ്കിലും ശരിക്കും ടയേർഡായത് ലാലേട്ടനാ. ലാലേട്ടന് വയ്യ എന്നല്ലേ. അവിടെയാണെങ്കിൽ പോയി ഇരിക്കും ഏറ്റവും നല്ലതെന്ന് നമുക്ക് തോന്നിയായിരുന്നു. എന്താണെങ്കിലും പിന്നീട് ലക്ഷ്മിയോടായിരുന്നു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അത് ലാലേട്ടനും ലക്ഷ്മിനോട് ഒരു കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുക ലാലേട്ടൻ. അതായത് നിങ്ങൾ ഈ ബസ്സിൽ നിൽക്കുന്ന പോലത്തെ സംഭവങ്ങളും, അതായത് അക്ബർ ദേഹത്തോട്ട് ചാരിയ സംഭവങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടോ? അപ്പത്തേക്കും കൊണ്ട് അപ്പുറത്തുനിന്ന് ഒരാൾ കണ്ടോ? അതായത് സാധനം ലാലേട്ടൻ അതല്ല ചോദിച്ചത്, ഇതാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. ലാലേട്ടൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ അക്ബർ ചോദ്യം ചെയ്യാ. അതായത് അക്ബറും ലാലേട്ടനും ഒരുമിച്ച് ഒരു ടീമിൽ നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി, ഇവർക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടി രണ്ടുപേര് നിന്നിട്ട് അവിടെ വേറൊരാളെ ചോദ്യം ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കണം. ഷാനവാസ് ഇതിന്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് കൈ പൊക്കിയതിന്റെ പേരിലാണ് ഷാനവാസിനെ അന്ന് വലിച്ചിട്ട് കീറിയത്. സത്യം. ഇവിടെ ലാലേട്ടന് പ്രശ്നമല്ല. ലാലേട്ടൻ അക്ബറും ആര്യനും നെവിനും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല. നെവിൻ ലാലേട്ടനെ ഒന്ന് പഞ്ചാരടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലാലേട്ടനോടുള്ള സമീപനം കണ്ടിട്ടുണ്ടോ? ഒരു കൊഞ്ചലും കുഴയിലാണല്ലോ. ആ രീതിയിലാണ് എന്ത് മറ്റേ നെവിനോട് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ചെക്കൻ. അങ്ങനെ തന്നെ. അതായത് ഒന്നും ഒരു തെറ്റും നെവിന്റെ ഭാഗത്ത് കാണാറില്ല. ഇനി അക്കു നോക്കുകയാണെങ്കിൽ സംവിധായകന്റെ ആളാണ്. മറ്റേ ആര്യനാണെങ്കിൽ സ്പോൺസറുടെ ആളുമാണ്. ഇത് മൊത്തത്തിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കൊണ്ട് നമുക്കിപ്പോ തട്ടിമുട്ടി നടക്കാൻ പറ്റും. മൊത്തം അങ്ങനത്തെ ടീമിന്റെ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഗെയിമില്. വേറെ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വളരെ കുറവാണ്. വരുന്ന ആൾക്കാരും ആള് പോലും അവിടുത്തെ ഒരാളുടെ മെയിൻ ആളാ. സാധാരണക്കാരന്റെ കാര്യമൊക്കെ അതാ പറഞ്ഞത്. നമുക്കറിയാം, ഞങ്ങളത് പറയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്താണെങ്കിലും ഇതിന് ശേഷം മറ്റേ അനുമോളെ ലക്ഷ്മിനോട് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഈ കേറി ഇടപെടുന്നത് ലാലേട്ടന്റെ പഴയ അല്ലെങ്കിൽ ലാലേട്ടന്റെ എപ്പിസോഡുകൾ കണ്ടിട്ടുള്ള നമുക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ വരുമ്പോ എന്താ ഇവര് ഇതിനെ കുറിച്ച് ഒരു ചോദ്യം പോലും ലാലേട്ടൻ ചോദിക്കാത്ത എന്നുള്ള ഒരു സംശയം നമ്മുടെ ഉള്ളിൽ തോന്നുകയാണ്. അതായത് കോടതി കയറിയിട്ടേ ജഡ്ജ് ചോദ്യം ചെയ്യുമ്പോ ജഡ്ജിന്റെ കൂടെ നിന്ന് പ്രതി മറ്റേ പ്രതിയോട് അല്ലെങ്കിൽ വാദിയോട് ഇതല്ലേ കാര്യങ്ങളെന്ന് വാദിച്ചാൽ അങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അതാണേ അതിന്റെ കൂടെ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും. ഇനി കോടതിന്റെ കാര്യം പറഞ്ഞോണ്ട് എനിക്ക് മറ്റൊരു കോമഡി അതിന്റെ ഇടയിൽ കൂടെ. അതായത് അനുമോളുടെ പാവ കാലിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് അയ്യോ അനുമോളോട് അത് പോട്ടെ. അതിനുശേഷം അക്ബറിന്റെ പാവ കാണാത്തതിന് അവിടെ കോടതി ഉണ്ടാക്കി വെച്ചേക്കുന്നു. അതായത് ആ ടാസ്കില് പാവ അപഹരിച്ച് കൊണ്ടുപോകാൻ പറ്റും. അതും അവിടെ ലൂപ്പ് ഹോൾ ഉള്ളതാണ്. അതെ, അത് കട്ടെടുത്തോണ്ട് പോണവർക്ക് പോവാ. അതെ, അത് കളിയിലുള്ളതാ. ഈ ലൂപ്പ് ഹോൾ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാ? അക്ബർ കള്ളനായതുകൊണ്ട് അക്ബർ എടുത്തോട്ടെ കട്ടെടുക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുത്തതാ. അക്ബർ പക്ഷെ അക്ബറിനെ കൊണ്ടുപോയി അക്ബർ നോക്കാനും പറ്റിയില്ല. അക്ബറിന്റെ അവിടെ കട്ടെടുത്തോണ്ട് പോയി. അതെ, ക്യാപ്പിന്റെ ടാസ്ക് കൊടുത്തു ഒക്കെ അക്ബറിന് വേണ്ടിട്ടായിരുന്നു. അത് ഷാനവാസ് ഒരു സമയത്ത് പറയുന്നത് ഞങ്ങളായിരുന്നു ആ ടീമിലെ ഏറ്റവും ഹൈറ്റിനും അതെ ഏറ്റവും ബലവാന്മാരായ ടീം. അതിനകത്ത് ബലം ഇല്ലാത്ത ഒരൊറ്റ ആള് പെട്ടുപോയി. അതിലാണ് ഞങ്ങൾ കുടുങ്ങിപ്പോയത്. അത് സത്യത്തില് അതായത് അക്ബർ എടുത്ത് തല അങ്ങനെയാണ് ബിഗ് ബോസ് കരുതുന്നത്. ഉദ്ദേശിച്ചതായിരുന്നു. അതിനുള്ള ബുദ്ധി ഇല്ലാതായി പോയി. അത് രേണുമോളെ തല വെച്ചു കൊടുത്തു. അതായത് അക്കുവിന് ഹൈറ്റ് ഉള്ളതിനനുസരിച്ച് അതിന്റെ ആ ഒരു ഗുണം കിട്ടുന്ന രീതിയിലുള്ള ഗെയിമുകളൊക്കെ പ്ലാൻ ചെയ്ത് 2 കൊടുത്തു. ഒന്ന് ബോൾ എറിഞ്ഞു കൊടുക്കുന്ന പറക്കുന്ന കളിയും പിന്നെ പാവ ടാസ്കും. ഇത് ഏത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ പാവ ടാസ്ക് എടുത്തോ എപ്പോഴും കട്ടെടുക്കാം. അത് തന്നെയാണ് പറ്റിച്ചും. ഞാൻ സ്വീകരിച്ചോളാം എനിക്ക് താ എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് റോബിൻ ഓർമ്മല്ലേ നിമിഷയുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്? അത് വലിയ പാവയായിരുന്നു, ഇത് ചെറിയ പാവയാണെന്നുള്ളൂ. എന്നിട്ട് ഇതിനി എന്റേതാണ് സ്വന്തമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ആടെ സ്വന്തമാണ്. ഏത് രീതിയിലും അത് കൈവശം വെക്കാൻ പറ്റും. അപ്പോ അതിലത് ചെയ്തത് ഫെയർ ആയിട്ട് നിങ്ങൾ അങ്ങനെ ഇനി കളിക്കണ്ടേ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫെയർ ആയിട്ട് കളിക്കാം, നമുക്ക് കട്ടെടുക്കണ്ട എന്ന് പറഞ്ഞു എന്നുള്ളത് പേരില് നിങ്ങൾക്ക് എന്താ ഫെയർ ആയിട്ട് കളിച്ചുകൂടായിരുന്നു എന്ന് ലാലേട്ടൻ ചോദിക്കുക ആദിലയോട്. അതായത് കളിയിലുള്ള നിയമം, കളിയില് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന നിയമമാണ് കട്ടെടുക്കുക എന്നുള്ളത്. അതെ, എന്നിട്ട് അത് ഫെയർ ആയിട്ട് കളിക്കണ്ടായിരുന്നു. എങ്ങനെയുണ്ട് എപ്പടി? എന്നിട്ട് കോടതി അതിനുവേണ്ടി ഒരു കോടതിയുടെ പാവ കണ്ടുപിടിക്കാൻ ഒരു കോടതി, അതും എവിടെ വെച്ചു എന്ന് വരെ, ആരെടുത്തു, എത്ര എടുത്തു,
അക്ബറിന്റേത് പോയത് അതേ ടാസ്കിൽ തന്നെയാണ് അനുമോളത് പോയിട്ടുള്ളത്. അത് നെവിനാണ് കട്ടെടുത്തുള്ളത്. എന്നിട്ട് ഇതിനൊന്നും പ്രശ്നമല്ല, ഇതൊക്കെ ഫെയർ ആയിട്ട് കളിക്കണ്ടേ എന്നൊക്കെ അക്ബറിനത് കട്ടെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നം. അക്ബർ കരഞ്ഞു. അപ്പൊ അത് അക്ബറിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇവരൊക്കെ കളിക്കുന്നു എന്ന് കാണിച്ച് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണതേ. ഭയങ്കരമായിപ്പോയി. കാണുന്ന ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടാണല്ലോ ഇവര് കിടന്നിട്ട് ഈ ഷോ കാണിക്കുന്നത് നോക്കുമ്പോൾ നമുക്ക് പുച്ഛോ സഹതാപം ഒക്കെ തോന്നുന്നു. എന്നിട്ട് ടാസ്ക് എങ്ങനെയാണെന്നറിയോ? അതായത് ലക്ഷ്മി വരുന്നു, വക്കീലായിട്ട് വാദിക്കുന്നു, നെവിനെ വിളിക്കുന്നു, ആരിനെ വിളിക്കുന്നു, നൂറയെ വിളിക്കുന്നു, അങ്ങനെ പലരും വിളിക്കുന്നു, ഷാനവാസിനെ വിളിക്കുന്നു. ഷാനവാസ് വൃത്തിയായിട്ട് കണ്ടത് കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കണ്ടത് ഷാനവാസ് തന്നെയാണ്. ഷാനവാസ് കാണുന്നതും അത് ലൈവിലും അവനോട് ചോദിക്കുന്നതും ഒക്കെ അത് കറക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നെവിന്റെ മറുപടി അത് ഗംഭീരമായിരുന്നു. ലക്ഷ്മിക്ക് കൊടുത്ത മറുപടി കേട്ടോ. അതായത് ഇതിന് മറുപടി കൊടുക്കണമെന്നോ, അതായത് അവിടുന്ന് കുറ്റം സമ്മതിക്കേണ്ട കാര്യം, അത് കുറ്റം സമ്മതിക്കാൻ വേണമെങ്കിൽ സമ്മതിക്കാതെ എതിർക്കാം. അത് ആളുടെ കഴിവാണ്. അത് ആളുടെ ആ സമയത്തുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സാണ്. അപ്പോ ആ തോട്ട് പ്രോസസ്സിന്റെ ഭാഗമായി ആള് ചെയ്തിട്ടുള്ള വാദം തിരിച്ചു പറഞ്ഞതൊക്കെ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. അതിനുശേഷം ലക്ഷ്മി ഇത് നിർത്താൻ പോവാ. അതെ, ഈ പരിപാടി നിർത്താൻ പോകുമ്പോഴേക്കുണ്ട് വീണ്ടും ലാലായിട്ട് അത് ക്ലിയർ ചെയ്യണം, ഞങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയണം, എവിടെ എടുത്തു വെച്ചു. അതായത് ലാലേട്ടന്റെ കണക്കില് കുറച്ചു നേരം കൂടിയും പിടിച്ചു നിൽക്കണം എപ്പിസോഡില്. അപ്പൊ ഇത് കുറച്ചും കൂടി കൊണ്ടുപോകണം. ഈ കോടതിയും സെറ്റപ്പ് ഒക്കെ കോട്ടൊക്കെ കൊണ്ടുപോയി വെച്ചതല്ലേ അവിടെ. അപ്പൊ ഇത്ര സമയം അല്ല അവർ ഉദ്ദേശിച്ചിരുന്ന ഡ്യൂറേഷൻ. അതുകൊണ്ട് ഇനി മാത്രല്ല അക്കുവിന് വേണ്ടിട്ടല്ലേ, നമ്മുടെ തന്നെ അക്കുവിനല്ലേ. എന്നിട്ട് ലാലേട്ടൻ അതിന്റെ ഇടയിൽ ഒരു ബ്രേക്ക് വരുന്നു, അച്ചാർ എന്നിട്ട് അവിടെ നടന്ന എന്താ, അതായത് അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ അവിടുന്ന് പാവ എടുത്തത് ഇന്ന പേരില് ഇന്നതാ ഇത്ര പേരിലെന്നൊക്കെ? പിന്നെ മാത്രല്ല പാവ എടുക്കാൻ പറ്റും എന്നുള്ള ലെവലിലുള്ള ഒരു ഗെയിം അൺഫെയർ ആയി കളിച്ചത് പാതില എന്നുള്ള ലെവലിലേക്കല്ല വരുത്തി തീർത്തത്. അതിനകത്ത് എന്താ അൺഫെയർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക. നെവിൻ കളിച്ചത് ഫണ്ണും കട്ടെടുത്തത് അതിൽ അൺഫെയറും ഇല്ല. നെവിൻ കാണിച്ചതൊക്കെ ഫണ്ണാ, ഭയങ്കര ഫണ്ണായിട്ട് കാണിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. എന്താണെങ്കിൽ അതിനുശേഷം കോയിൻ ടാസ്കിനെ കുറിച്ചായിരുന്നു. കോയിൻ ടാസ്കില് അതായത് ആര്യൻ ഒളിപ്പിച്ചു വെച്ച കോയിനെ കുറിച്ച് അനീഷ് പക്കയായിട്ട് സംസാരിച്ചു. അതെ, അത് കൃത്യമായിട്ട് അതായത് മഞ്ഞ അത് ആദിലേക്ക് ഫസ്റ്റ് മഞ്ഞ കോയിൻ കിട്ടിയപ്പം അതിൽ പണിയായിരുന്നു. അത് കണ്ടതിന് ശേഷം എടുത്തു വെച്ച മഞ്ഞ കോയിനുകളെല്ലാം ചുരണ്ടി നോക്കിയിട്ടാണ് ആര്യൻ അത് ഒളിപ്പിച്ചു വെച്ചത്. അതിന്റെ ഇടയ്ക്ക് ഒരു കോയിൻ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ആ കോയിന്റെ കാര്യവും പറഞ്ഞിട്ടാണ് ലാലേട്ടൻ ഈ കോയിൻ കണ്ടുപിടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പണി ഒഴിവാക്കി തരും എന്ന് പറഞ്ഞു പോയത്. ആ കോയിൻ എടുത്തു വെക്കുന്നത് ആര്യനാണ്. ആര്യൻ ഇരിക്കുന്ന സീറ്റിന്റെ അടിയിലേക്ക് ഒരു കോയിൻ ഉള്ളിലേക്ക് കൈ എടുത്തു വെച്ചിട്ട് കയറ്റി വെച്ചിട്ട് പോയതാണ്. എന്നിട്ട് അതായത് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ, അതായത് ഇത് ആര്യൻ മുന്നോട്ട് വന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ബിഗ് ബോസ് ഉദ്ദേശിച്ചിരുന്നത്. എന്നിട്ട് ആള് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞങ്ങൾക്ക് അറിയാം പണി എല്ലാം ഒഴിവാക്കി തരുന്നു, എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ പറയാം. വിവരം വെച്ചു കൊടുക്കും. അല്ല, ആളെന്തിനാ ഇപ്പൊ ഞാൻ എപ്പോഴെങ്കിലും വന്നിട്ട് പറഞ്ഞിട്ട് തരാന്ന് പറഞ്ഞു പോയത്? അല്ല, 100 ദിവസം കഴിഞ്ഞിട്ടേ. അല്ല, മൂപ്പര് എപ്പോഴും പറയാറുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ചയുള്ളത് വിടൂ, അങ്ങനെ പഴയതെടുത്ത് കൊണ്ടുവരില്ലേ. അപ്പൊ ഇനി എന്ന് കൊണ്ടുവരാനാ പോകുന്നത്? ഈ ആഴ്ചയുള്ളത് പുതിയതായിട്ട് പഴയത് എടുത്ത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ പഴയതെടുത്ത് കൊണ്ടുവരും. അതന്നെ, അത്രേ ഉള്ളൂ. ഇനി ഇത് എടുക്കേണ്ടി വരും. ഈ കോയിനെ എടുത്ത് ഭാഗത്ത് വെച്ചേക്കുന്നത് ആര്യനാണെന്നുള്ള കാര്യം പുറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, അകത്തറിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നെങ്കിലും അത് പുറത്ത് അറിയേണ്ട ഒരു സാധനമാണ്. പുറത്തു വരില്ല, അത് എന്നിലൂടെ അലിഞ്ഞു ചേരും. അത് ലാലേട്ടൻ അങ്ങനെ ആയിരിക്കും മനസ്സിൽ ഉദ്ദേശിച്ചേക്കണേ. ബ്രേക്കിന് പോവാ, ഇത് ആരാണെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പണിയൊക്കെ ഞാൻ ഒഴിവാക്കി തരുന്നതായിരിക്കും എന്ന് പറഞ്ഞു പോയിട്ട് ആള് അടുത്ത് വന്നിട്ട് ഇതൊക്കെ ആരാന്ന് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ശരിയാ, നിങ്ങൾ കാണുന്നുണ്ടില്ലെന്ന് നമ്മൾ പറയാം, ഞങ്ങളും കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ കണ്ടതെല്ലാം നിങ്ങൾ മുക്കിയിട്ടുള്ളൂ. അതെ, എന്നിട്ട് അവസാനം അത് പിന്നോട് ഒരു ദിവസം പറയാം, പണികളൊക്കെ തൽക്കാലത്തേക്ക് ഒഴിവാക്കി തന്നിരിക്കുന്നു. 7ന്റെ പണിയല്ല, 7ന്റെ
ഞാൻ പറഞ്ഞ കുറച്ച് കൂടണ്ടാന്ന് ഓർത്തിട്ട് ഞാൻ ക്ഷമിച്ച് നിൽക്കാണ്. 7ന്റെ പോയിന്റ്സുകളൊക്കെ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർത്തോ, അല്ലെങ്കിൽ ഇത് വേറെ ലെവലിലേക്ക് പോകും. ഞങ്ങൾ വളരെ കൺട്രോൾ ചെയ്തിട്ടോ കഴിഞ്ഞ 2 റിവ്യൂ ചെയ്യുന്നത്, അതായത് ഇതും കഴിഞ്ഞതും. ഓക്കെ, എന്തായാലും അവർക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുന്ന ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ പിടിച്ചു വെച്ച് പറയാം, കാരണം ഞങ്ങൾ രാവിലെ ഇട്ടൊരു വീഡിയോ ഉണ്ട് 15 മിനിറ്റിന്റെ, അതിലത് കുറച്ച് എക്സ്ട്രീം ലെവലിലേക്ക് ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇതിൽ ഒതുക്കുന്നതാണ്. അതിനുശേഷം ആദിലേൻ അക്ബറും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. അക്ബർ പറയാൻ ഞാൻ ഗെയിമിൽ നിന്ന് ഔട്ടായില്ലേ എന്ന്. അത് നിങ്ങൾ ചെയ്തതുകൊണ്ട് അപ്പൊ ഗെയിമിന്ന് ഔട്ടാക്കണ്ട, ഗെയിമിന്ന് ഔട്ടാക്കാനല്ലേ അവിടെ ഓരോരുത്തർക്കും ഗെയിം കൊടുക്കുന്നത്. എന്ത് അക്ബർ ജയിച്ചോട്ടെ എഴുതിയിട്ട് എല്ലാവരും മാറി കളിക്കണം? അത് അക്ബറിനെ കളിക്കാൻ ജയിക്കാനുള്ളതാണ്, ഞങ്ങൾ മാറിത്തരാമെന്ന് പറഞ്ഞ് മാറി കളിക്കണം. അത് ശരിക്കും അങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്. അക്കുവിനുള്ള ഗെയിമാണ്, അക്കു എടുത്തോട്ടെ എന്ന് ബാക്കി കണ്ടസ്റ്റന്റ്സ് ഒക്കെ പറയണം. ഇത് അനുമോൾ അന്ന് മറ്റേ ആ പാവ ടാസ്കിന്റെ അടിയിൽ പറയുന്നുണ്ട്, അയാളെ വെളുപ്പിക്കാനുള്ള ആൾക്കാർ അയാൾക്ക് ഉണ്ടെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് അയാൾ എന്തും ചെയ്യുന്നത്. സത്യമല്ലേ? തീർച്ചയായും. സർഗോ നീ ഒരു സ്വർഗം തന്നെയാണല്ലോ കെട്ടിക്കൊടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും അതിനുശേഷം ഒരു മറ്റേ സ്റ്റിക്കർ ഒട്ടിക്കുന്ന, അതായത് കാർഡ്സ് ഇല്ലേ, അതായത് കരച്ചിൽ കാർഡ്, ഓരോ കാർഡുകളുണ്ടല്ലോ, അങ്ങനെ ഓരോരുത്തർക്കും ആ സാധനം കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒന്നും പറയാനില്ല അതിനകത്തൊക്കെ എന്ത് പറയാനാ, നെവിൻ വെറുപ്പിച്ചത് മാത്രം. അതൊരു നെവിനെ മൊത്തത്തിൽ വെറുപ്പിക്കലായതുകൊണ്ട് പിന്നെ സൂപ്പറായി. കോടതി ടാസ്കിൽ സൂപ്പർ. അത് ആകെ ഒരു 5 മിനിറ്റ് അല്ലേ ഈ സൂപ്പർ എന്ന് പറയാനുള്ളൂ. 1.5 മണിക്കൂർ വീഡിയോ ഇല്ല, 5 മിനിറ്റ് സൂപ്പറായിട്ട് എന്ത് കാര്യമുള്ളേ. അങ്ങനെയാണെങ്കിൽ പട്ടിത്തീട്ടം കൊണ്ട് ഒരു വലിയ കേക്ക് ഉണ്ടാക്കി, അതിന്റെ മുകളിൽ ഒരു ചെറിയ വെച്ചിട്ട് കാര്യമുണ്ടോ? അതാ പറഞ്ഞ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടന് സൂപ്പറായിരുന്നു. ലാലേട്ടന് ചില സമയങ്ങളിൽ അടിപൊളിയായിട്ട് പെരുമാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അത് കരുതിയിട്ട് എപ്പിസോഡ് ഫുള്ള് സൂപ്പറായിരുന്നു ലാലേട്ടൻ എന്ന് പറയാൻ പറ്റും. അക്ബറിന്റെ ഭാഗം നോക്കിട്ടെ, അക്ബറിന്റെ സ്വന്തം ആൾക്കാർക്ക് ലാലേട്ടൻ സൂപ്പറായിരുന്നു, അക്ബറിന് വേണ്ടി സംസാരിച്ചല്ലോ. എന്താണെങ്കിലും ഇതിനുശേഷം സുപ്രഭാതവും ഗുഡ് മോർണിംഗും തമ്മിൽ അങ്ങ് ഏറ്റുമുട്ടിയായിരുന്നു. തമ്മില് ഒരസി. എന്നിട്ട് ആര് ജയിച്ചു? ഗുഡ് മോർണിംഗ് ജയിച്ചു. ഗുഡ് മോർണിംഗ് ജയിച്ചു. സത്യം പറയട്ടെ, അക്ബർ ആ പറഞ്ഞത് വളരെ കറക്റ്റ് കാര്യമാണ്. സത്യം, അതായത് ആ ഒരു പോയിന്റിലേക്ക് വരുമ്പോ കറക്റ്റ് തന്നെയായിരുന്നു. അതായത് മലയാളത്തെ അവിടെ ഉദ്ധരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനീഷ്. അവിടെ ബാക്കി ആരാ? അവിടെ എല്ലാരും മലയാളമല്ലേ പറയുന്നത്. എന്തിനു പറയുന്നത്? അവിടെ പുറത്തുനിന്ന് വന്ന ജിസയിൽ വരെ മലയാളത്തിൽ പറയാൻ ശ്രമിച്ച ആളാ. തീരെ മലയാളം അറിയാത്ത ആളാ. അതെ, എത്ര മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രല്ല ആര്യന് പക്ക മലയാളം, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ മലയാളം പറഞ്ഞ് ആ രീതിയിൽ ഗെയിം കളിക്കുന്ന ആളാ. പിന്നെ ആ ആള് കീടിലായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മലയാളത്തെ ഉദ്ധരിക്കാൻ അതിന്റെ മൊത്തം അട്ടിപ്പ അവകാശം അനീഷിനിൽ മാത്രമാണ് എന്നുള്ളത് പറഞ്ഞു തീർക്കാൻ ശ്രമിച്ച അനീഷിന്റെ ആ ഒരു കാർഡ് അങ്ങ് കീറി. അതിനുശേഷമായിരുന്നു ലാലേട്ടൻ ആരാ ടയേർഡായ, അനീഷാണോ അക്ബറാണോ? ഞങ്ങൾക്ക് അപ്പം തോന്നി ലാലേട്ടൻ തീർന്നല്ലോ ദൈവമേ, ഇതും കൂടി തീർന്ന എനിക്ക് വീട്ടിൽ പോകാൻ. അല്ലേ, വേറെ കാര്യം കേട്ടോ, അക്ബർ അതിൽ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് അനീഷ് തുടക്കത്തിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ ആളാ. അത് സത്യം, അതൊക്കെ നമ്മളൊക്കെ കാണുന്നതല്ലേ. പിന്നെ മാത്രല്ല ഇംഗ്ലീഷ് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ മാത്രം കമ്മിയർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പറയായിരുന്നു ഇംഗ്ലീഷ്. അതല്ലേ പല സമയങ്ങളിലും താങ്ക് യു എന്ന് പറയുന്നുണ്ടല്ലോ. അതെന്തിനാ താങ്ക് യു ബിഗ് ബോസ്, താങ്ക് യു എന്ന് പറയുന്നത് എന്താ? സ്വിച്ചിന് എന്താ മലയാളം എന്ന് ചോദിച്ചാൽ ആ സാധനം ഉണ്ടായിരുന്നു. മലയാളത്തിൽ സംസാരിക്കണം, അങ്ങനെയാണ് ഉണ്ടാക്കാൻ വരുന്നത്. അങ്ങനെ മൊത്തം മലയാളം ഉദ്ധരിക്കാൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം മലയാളത്തിൽ സംസാരിക്കണം. ഇനി അത് പോട്ടെ, ബിഗ് ബോസിന്റെ ടീം എന്തിന് ബിഗ് ബോസിലല്ലേ കയറിയിട്ടുള്ളത്? വലിയ ബോസിന് എന്താ പറയാ? ബോസിന് ഇപ്പൊ എന്താ പറയാ? വലിയ മുതലാളി. വലിയ മുതലാളി എന്നല്ലല്ലോ ഈ ഷോയുടെ പേര്. ബിഗ് ബോസ് എന്നല്ലേ, ഇംഗ്ലീഷിലല്ലേ അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ആ വീട്ടിൽ ഞാൻ നിൽക്കൂലെന്ന് പറയണായിരുന്നു ആള്. മലയാളത്തെ ഉദ്ധരിക്കടാ, ഉണ്ടാക്കടാ, കെട്ടിപ്പിടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബിഗ് ബോസ് തീർന്നാലും ഞാൻ അവിടെ നിൽക്കുന്ന പൊളിച്ചാലും എന്നെ ഇവിടുന്ന് വിടല്ലേ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. എന്തായാലും ലാലേട്ടൻ വന്ന് ആരാ ഈ രീതിയിലൊക്കെ ചോദിച്ചതിന് ശേഷം രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പം ഇഷ്ടമുള്ളത് പറയാ. അങ്ങനെ ഇപ്പൊ നമുക്ക് പറയാലോ രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. അതിനെന്താ പ്രശ്നം? അതൊക്കെ ഗെയിം അല്ലേ? അതിനെന്താ പ്രശ്നം? അവിടെ ആരും ഒന്നിനും എനിക്ക് പ്രശ്നം. ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇന്നത്തെ എപ്പിസോഡിൽ അവിടെ ഉള്ള കണ്ടസ്റ്റൻസിന് ആർക്കും ഒരു പ്രശ്നമില്ല. ലാലേട്ടൻ ഇങ്ങനെ എന്തൊക്കെയോ വന്നിട്ട് ചോദിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയിട്ട് ആര്യന് വേണ്ടിയിട്ട്, അതായത് ആര്യൻ ജയിക്കണ്ട എന്നുള്ള ലെവലില് ചിന്തിച്ചോന്ന് ചോദിച്ചിട്ട് ആദിലയോട് ചോദ്യം ചോദിച്ചത് അങ്ങനെ. അതാണേ, അതായത് ആര്യന്റെ ഭാഗം നിന്ന് കിട്ടും കരുതി അവര് എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കളിച്ചു എന്ന്. അത് അങ്ങനെയല്ല ആള് പറഞ്ഞത്. അങ്ങനെ ഞാൻ കരുതുന്നില്ല എന്ന് പറഞ്ഞു ആര്യൻ. എന്നാൽ
അങ്ങനെ ആണോ ആദിലിന്റെ ഭാഗത്തുനിന്ന് ആദിലിനോട് ചോദ്യം ചോദിച്ചിട്ട് അങ്ങനെ വരുത്താൻ ശ്രമിക്കുന്നൊരു ലെവലും പരിപാടി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എല്ലാത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാനത്തെ ഒരു കാര്യം അപ്പൊ എനിക്കാണ് പ്രശ്നം തന്നെ 9 പേര് 10 പേര് വേണ്ടിട്ട് എന്ന് പറയുന്നത് ഇന്ന് ലാലേട്ടന്റെ പ്രശ്നം അപ്പൊ എന്നിട്ട് അങ്ങ് വൈൻഡപ്പ് ചെയ്യണമായിരുന്നു. എന്താണെങ്കിലും ഇന്ന് വരും എന്ന് പറഞ്ഞേക്കുന്നത്. ഇന്നാണ് എവിക്ഷൻ നടക്കുന്നത്. എന്തായാലും വരട്ടെ, വെയിറ്റ് ചെയ്യാം.